ആറാമത് ഡിവിഡൻറ്റ്. അഞ്ചാമത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സ്റ്റോക്സ് വാങ്ങുന്ന കാര്യം പറഞ്ഞു. ആ സ്റ്റോക്സിൽ നമ്മൾ ലോങ് ടേമിലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഓരോ വർഷം ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് തരും. അതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു പ്രോഫിറ്റിൻ്റെ പങ്ക് നമുക്കും കിട്ടും. അപ്പോൾ ആ ഒരു ഡിവിഡൻഡ് ഇൻകം നമുക്കൊരു ഇൻകം ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് സെവൻത് ഇൻകം റോയാലിറ്റി. ഇതിനെക്കുറിച്ച് കൂടുതലാരും കേട്ടിട്ടുണ്ടാകത്തില്ല. ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇത് ഓൺ ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകമാണ് റോയാലിറ്റി ഇൻകം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് KFC തന്നെ എടുക്കാം. KFC എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്? ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടാണ്. അപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾ KFCക്ക് ഒരു റോയാലിറ്റി ഫീസ് മന്ത്ലി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊന്ന് ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇളയരാജയുടെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടാവും. പുള്ളിയുടെ സോങ്സ് പുള്ളി കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും പുള്ളിയുടെ അനുവാദമില്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള എമൗണ്ടാണ് പുള്ളി നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെടുന്നത്.